ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ സഹായക്രിയകളുടെ ഉപയോഗം തന്നെയാണ് ഒരിക്കൽ കൂടി പറയാൻ പോകുന്നത്. അന്ന് ഞാൻ കൃത്യമായ അർത്ഥമൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. ഇന്ന് ഞാൻ അത് പറഞ്ഞു തരാം. എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ബി ഫോമുകൾ എന്ത് എന്ന് പറഞ്ഞു. ബി ഫോമുകളാകുന്നത് ഈസ്, എം, ആർ. അതിൻ്റെ അർത്ഥം ആകുന്നു എന്നാണ്. അതേസമയം സബ്ജക്റ്റ് ദേർ എന്നുള്ള ഇൻട്രൊഡക്ടറി ദേർ വരുമ്പോൾ ഈസിൻ്റെ, ആമിൻ്റെ, ആറിൻ്റെ അർത്ഥം ഉണ്ട് എന്നാണ്. ഈസിൻ്റെ, ആമിൻ്റെ അർത്ഥം ഉണ്ട് എന്ന് വരുന്ന അവസരമാണ് ദേർ എന്ന സബ്ജക്റ്റ് കൊടുക്കുമ്പോൾ. അപ്പോൾ ദേർ ഈസ് എ സ്കൂൾ, അവിടെ ഒരു സ്കൂളുണ്ട്. അതേസമയം ദേ ആർ സ്റ്റുഡൻസ്, അവർ കുട്ടികളാകുന്നു, വിദ്യാർത്ഥികളാകുന്നു. അതേപോലെ തന്നെ വാസിൻ്റെയും വേറിൻ്റെ അർത്ഥം ആയിരുന്നു എന്നാണ്. എന്നാൽ ദേർ എന്ന സബ്ജക്റ്റ് വെച്ച് എഴുതുമ്പോൾ ഉണ്ടായിരുന്നു എന്നർത്ഥം വരും. ഇപ്പോൾ ദേർ വാസ് എ സ്കൂൾ, അവിടെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നു. ദേർ വേർ സ്റ്റുഡൻസ്, അവിടെ വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഈസ്, എം, ആറിൻ്റെ അർത്ഥം ആകുന്നു എന്നും ചില അവസരങ്ങളിൽ ഉണ്ട് എന്നുമാണ്. വാസിൻ്റെ വേറിൻ്റെ അർത്ഥം ആയിരുന്നു എന്നും ഉണ്ടായിരുന്നു എന്നുമാണ്. ഇനി ഡു, ഡസ്, ഡിഡ് സഹായക്രിയകൾ. ഡു, ഡസ്, ഡിഡ് എന്നുള്ളതിൻ്റെ ഡു ഡസിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് ഡിഡ്. അതായത് സഹായക്രിയകളായിട്ട് ഇവ വരുമ്പോൾ ഇതിന് പ്രത്യേക അർത്ഥമില്ല. അതേസമയം ഡൂവും ഡസും ഡിഡും വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ചെയ്യുക അല്ലെങ്കിൽ ചെയ്യുന്നു, ചെയ്തു എന്നർത്ഥമുണ്ട്. വെർബായിട്ട് വരുമ്പോൾ, സഹായക്രിയയായിട്ട് വരുമ്പോൾ പ്രത്യേക അർത്ഥമില്ല. സാധാരണ നമുക്ക് മിക്ക വാചകങ്ങളിലും സഹായക്രിയകൾ ഉണ്ടായിരിക്കും. ചില വാചകങ്ങളിൽ സഹായക്രിയ കാണില്ല. ചില വാചകങ്ങളിൽ എന്ന് പറഞ്ഞാൽ സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും സഹായക്രിയ കാണില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ അതിലെ ക്രിയയെ പൊളിച്ചു കഴിഞ്ഞാൽ സഹായക്രിയ നമുക്ക് കിട്ടും. ഇപ്പോൾ ഗോ എന്നുള്ള വെർബാണ് നമുക്ക് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഗോയിനെ വേണമെങ്കിൽ പൊളിച്ച് ഡു പ്ലസ് ഗോ എന്ന് എഴുതാം. ഇപ്പോൾ ടു ഉള്ളത് സമയം നമുക്ക് 1+1 എന്ന് എഴുതി കൂടെ. അതേപോലെ ഗോ എന്നുള്ളത് ഡു പ്ലസ് ഗോ എന്ന് എഴുതാം. വെൻ്റ് എന്നുള്ളതിനെ ഡിഡ് പ്ലസ് ഗോ എന്ന് എഴുതാം. ഗോസ് എന്നുള്ളതിനെ ഡസ് പ്ലസ് ഗോ എന്ന് എഴുതാം. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിലും സിമ്പിൾ പാസ്റ്റ് ടെൻസിലും സഹായക്രിയകൾ വാചകത്തിൽ സാധാരണ കാണാറില്ല. മറ്റ് വാചകങ്ങളിലെല്ലാം സഹായക്രിയകൾ ഉണ്ടായിരിക്കും. സഹായക്രിയ കാണാത്തതായ സിമ്പിൾ പ്രസന്റിലും സിമ്പിൾ പാസ്റ്റിലെയും സഹായക്രിയ കണ്ടെത്താൻ അതിലത്തെ വെർബിനെ ഒന്ന് പൊളിക്കണം. അപ്പോൾ 1+1 = 2 എന്നുള്ള പോലെ 2ന് പകരം 1+1 എഴുതാം, അല്ലെങ്കിൽ 1+1ന് പകരം 2 എഴുതാം. അതുപോലെ ഗോ എന്നുള്ളതിന് പകരം ഡു പ്ലസ് ഗോ എന്ന് എഴുതാം. ഗോസ് ഉള്ളതിന് പകരം ഡസ് പ്ലസ് ഗോ എന്ന് എഴുതാം. വെൻ്റ് എന്നുള്ളതിന് ഡിഡ് പ്ലസ് ഗോ എന്ന് എഴുതാം. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഹാസ്, ഹാവ്, ഏഡിൻ്റെ അർത്ഥം. ഹാസിനും ഹാവിനും ഉണ്ട് എന്നാണ് അർത്ഥം. അതിൻ്റെ പാസ്റ്റ് ടെൻസിന് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. ഹാസിന് ഹാവിനും ഉണ്ട് എന്നർത്ഥം. ഹാഡിന് ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. കേട്ടില്ലേ? അപ്പോൾ അതിൻ്റെ അർത്ഥം മാത്രമേ ഉള്ളൂ. ഇനി മോഡൽ ഓക്സറികളായുള്ള 13 വില്ലേഷാല് അർത്ഥം ആകുമെന്നാണ്. സാധാരണ ഇവ ഫ്യൂച്ചറിനെ കാണിക്കുന്നു. ആകും എന്നാണ് പറയുന്നത്. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ ഫസ്റ്റ് പേഴ്സൺ എന്ന് പറഞ്ഞാൽ ഐ. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ വില്ല് വെച്ചാൽ ഉറപ്പ് കൂടുതലാണ്. അതേസമയം സെക്കൻഡ് പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെയും കൂടെ വില്ല് വെച്ചാൽ ഉറപ്പ് കുറവാണ്. അതേപോലെ വൈസ് വേഴ്സ, നേരെ മറിച്ചും. ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ അതിൻ്റെ കൂടെ ഷാല് വെച്ചാൽ ഉറപ്പ് കുറവ്. സെക്കൻഡ് പേഴ്സൻ്റെയും തേർഡ് പേഴ്സൻ്റെയും കൂടെ ഷാല് വെച്ചാൽ ഉറപ്പ് കൂടുതലുമാണ്. അത് നിങ്ങൾ വാചകങ്ങൾ എഴുതി പഠിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങൾക്ക് അത് പറഞ്ഞു തരേണ്ടതാണ്. ഇനി ക്യാൻ എന്ന് പറഞ്ഞാൽ പ്രസൻറ്റ് എബിലിറ്റിയാണ് കാണിക്കുക, കഴിയുക എന്നർത്ഥം. പ്രസൻറ്റ് എബിലിറ്റിയെ കാണിക്കുന്നു. കുഡ് പറയുകയാണെങ്കിൽ കഴിഞ്ഞു എന്ന അർത്ഥം. അത് പാസ്റ്റ് എബിലിറ്റിയെ കാണിക്കുന്നു. അപ്പോൾ ഐ ക്യാൻ ഡ്രോ, എനിക്ക് വരയ്ക്കാൻ അറിയാം. ഐ കുഡ് ഡ്രോ, എനിക്ക് വരയ്ക്കാൻ കഴിഞ്ഞു. പാസ്റ്റിലുണ്ടായിരുന്ന എനിക്ക് കഴിഞ്ഞിരുന്നു, ഇപ്പോഴില്ല എന്നർത്ഥം. അതുപോലെ വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണ് വുഡ്. അർത്ഥത്തിലാകുന്നതാണെങ്കിലും വില്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കും. അപ്പോൾ റിപ്പോർട്ടിങ് വാചകങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഐ വിൽ ഗോ എന്നുള്ളത് പോയിട്ട് ആ വില്ല് പോയിട്ട് വുഡായി മാറാൻ സാധ്യതയുണ്ട്. അത് റിപ്പോർട്ട് സ്പീച്ച് വരുമ്പോൾ നമുക്ക് പഠിക്കാം.
ഷുഡ് എന്ന് പറയുന്നത് ആകണം എന്നതിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ഷാലിൻ്റെ പാസ്റ്റ് ടെൻസ് ആണെങ്കിലും ആകണം എന്നാണ് അർത്ഥം. ഷുഡ് ഷോസ് എൻ ഒബ്ലിഗേഷൻ. ഷുഡ് ഷോസ് എൻ ഒബ്ലിഗേഷൻ. മൈറ്റ് എന്ന് പറയുന്നത് ആകാം. മേ എന്നുള്ളതിലെ പാസ്റ്റ് ടെൻസ് ആണ്, പക്ഷെ മേ സാധ്യത ഉള്ളതാണ്. ഇറ്റ് മേ റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാം. ഇറ്റ് മൈറ്റ് റെയിൻ എന്ന് പറഞ്ഞാൽ മഴ പെയ്യാൻ സാധ്യത കുറവാണ്. വുഡ് കാണിക്കുന്നത് ക്യാൻ്റെ പാസ്റ്റ് ടെൻസ് ആണ്, കഴിഞ്ഞു. പാസ്റ്റബിലിറ്റിയെ കാണിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞു. മസ്റ്റേ വേണം, ഒരു ആവശ്യമാണ്. ഐ മസ്റ്റ് ഗോ, ഞാൻ അവിടെ പോകേണ്ട ആവശ്യമുണ്ട്. ഐ മസ്റ്റ് ഗോ, ദേ മസ്റ്റ് ഗോ. മസ്റ്റ് എന്ന് പറഞ്ഞാൽ വേണം. ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക. ധൈര്യപ്പെടുക എന്നുള്ളൊരു ഡെയർ എന്ന് പറഞ്ഞാൽ ധൈര്യപ്പെടുക ഉദ്ദേശിക്കുന്നത് ഹൗ ഡെയർ യു ആസ്ക് മീ സച്ച് ക്വസ്റ്റ്യൻ. എന്ത് തരത്തിലാണ് നീ എന്നോട് ആ ചോദ്യം ചോദിച്ചത്? അങ്ങനൊരു പ്രയോഗമാണ് അത്. നീഡ് എന്ന് പറഞ്ഞാൽ ആവശ്യമുണ്ട്. യു നീഡ് നോട്ട് കം, നിങ്ങൾ വരേണ്ട ആവശ്യമില്ല. അപ്പം നീഡ് എന്നുള്ളത് ആവശ്യമുണ്ട് എന്നുള്ള അർത്ഥമാണ്. ഓട്ട് കാണിക്കുന്നത് ചുമതലയാണ്. യു ഓട്ട് ടു ഒബേ യുവർ പേരൻസ്. ഷുഡിൻ്റെ അർത്ഥം തന്നെയാണ്. എന്നാലും ഷുഡിനേക്കാൾ കൂടുതലായ ഒരു കടമ, ചുമതല ഉണ്ട്. ഷുഡ് കാണിക്കുന്നത് കടപ്പാടാണ്. യു ഷുഡ് റെസ്പെക്ട് യുവർ പേരൻസ്. യു ഷുഡ് റെസ്പെക്ട് എൽഡേഴ്സ്. അതേ അർത്ഥം തന്നെയാണ് ഓട്ട് ടുവിന്. എന്നാൽ അതൊരു ഡ്യൂട്ടിയെ കൂടി കാണിക്കുന്നു. യൂസ് ടു എന്നുള്ളത് പതിവായി. മൈ ഗ്രാൻഡ് മദർ യൂസ് ടു ടെൽ മീ ഗുഡ് സ്റ്റോറീസ് വെൻ ഐ വാസ് യങ്. ഇതാണ് സഹായക്രിയകളും അവയുടെ ഉപയോഗങ്ങളും. ഇനി എനിക്ക് പറയാനുള്ളത് ഇവയുടെ എപ്പോഴാണ് ഈ സഹായക്രിയ കൊണ്ടുള്ള ഉപയോഗങ്ങൾ എന്താണ്? സഹായക്രിയകൾ പൊതുവെ വാചകത്തിനെ നെഗറ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്നു. ഒന്നാമത്തെ കാര്യം, വാചകത്തിനെ നെഗറ്റീവ് ആക്കാൻ ഉപയോഗിക്കുന്നു. 2, ചോദ്യമുണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. 3, വാചകത്തിന് ഊന്നൽ കൊടുക്കാൻ ഉപയോഗിക്കുന്നു. ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു. 5, ഒരു വെർബ് ആവർത്തിച്ചു വരുന്നതിന് പകരം ഈ ഡുവോ ഡസോ ഡിഡ് ഉപയോഗിക്കുന്നു. ഞാൻ പറഞ്ഞു, ചോദ്യമുണ്ടാക്കാം, ക്വസ്റ്റ്യൻ ടാഗ് ഉണ്ടാക്കാം, വാചകത്തിന് നെഗറ്റീവ് ആക്കാം, വാചകത്തിന് ഊന്നൽ കൊടുക്കാം, നെഗറ്റീവ് ആക്കേണ്ട കാര്യവും പറയും. അങ്ങനെ 5 തരം പ്രയോഗങ്ങളാണ് ഉള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇന്ന് മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ക്ലാസ് ഇവിടെ നിർത്താം. അടുത്ത ക്ലാസ്സിൽ ഞാൻ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു തരാം. എപ്പോഴൊക്കെയാണ് എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ള കാര്യം അടുത്ത ക്ലാസ്സിൽ പറഞ്ഞു തരാം. ഇന്നിവിടെ ക്ലാസ് കേട്ടവർക്കെല്ലാം നിങ്ങൾ നന്ദി. എൻ്റെ നന്ദി മാത്രമല്ല, നിങ്ങൾ വേണ്ട പോലെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ക്ലാസ്സുകൾ മുമ്പ് കഴിഞ്ഞു പോയ ക്ലാസ്സുകളൊന്ന് കേട്ടാൽ നിങ്ങൾക്ക് കുറേ കൂടി അഭിപ്രായങ്ങൾ ഇതിനെക്കുറിച്ച് പറയാൻ ഉണ്ടാവും. താങ്ക് യു.